ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനപരമായ തത്വമാണ്. പക്ഷേ എപ്പോഴും നല്ലതെന്താണെന്ന് ചോദിച്ചാൽ ജോലിസ്ഥലത്തായാലും ക്യാമ്പസിലായാലും എല്ലാം നമ്മുടെ ന്യായമായ അവകാശങ്ങളെ യുക്തിപരമായും ബുദ്ധിപരമായും നേടിയെടുക്കുന്നിടത്ത് നമ്മൾ വിജയിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും അത്തരം ഒരു കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്താൽ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ആ ക്യാമ്പസിൽ ഇനി ദശാബ്ദങ്ങളോളം വരാനിരിക്കുന്ന പെൺകുട്ടികൾക്കാണ് യഥാർത്ഥത്തിൽ ഒരു പുരുഷ വേഷം, ഇസ്ലാമിക മര്യാദകൾക്ക് നിരക്കാത്ത ഒരു വേഷം യഥാർത്ഥത്തിൽ അനേകം തലമുറകൾക്ക് വേണ്ടിയാണ് നമ്മൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമികമായ വേഷത്തിൽ ക്യാമ്പസിൽ വരാനുള്ള അവകാശം നമ്മുടെ മാനുഷികമായ അവകാശമാണ്, പൗരാവകാശമാണ്, മതപരമായ അവകാശമാണ്. അത് എങ്ങനെ നേടിയെടുക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവപരമായി ആലോചിക്കണം. ഒരു വേള ഞാൻ ചിന്തിക്കുന്നത്, ഏതൊരു കാര്യത്തിലും ശരിയായ അർത്ഥത്തിൽ അധ്യാപകന്മാരാവട്ടെ, മാനേജ്മെൻ്റ് ആവട്ടെ, ആരാവട്ടെ, ഒരു മുസ്ലിം, പൂർണ്ണമായും മുസ്ലിം അല്ലെങ്കിൽ ഒരു മുജാഹിദ് സ്ഥാപനത്തിൽ അധ്യാപകനാണ് ഞാൻ എങ്കിൽ പോലും ഒരു അധ്യാപകൻ നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ നിഷ്കളങ്കവും ആത്മാർത്ഥവുമായൊരു പ്രശ്നം മനസ്സിൽ തട്ടി പറയുന്നു എന്ന് നേർക്ക് നേരെ ബോധ്യപ്പെട്ടാൽ അത് പരിഗണിക്കാനുള്ള ഒരു മനസ്സ് ആർക്കും ഉണ്ടാകും. അതുകൊണ്ട് ആദ്യ നടപടി നമ്മൾ ഒളിഞ്ഞു മറഞ്ഞു നടക്കലോ സമരം വിളിക്കലോ പ്രതിഷേധിക്കലോ ഒന്നുമല്ല. ആരാണോ അദ്ദേഹം നമ്മളുടെ ഒരു രക്ഷകർത്താവാണെങ്കിൽ, അധ്യാപകനാണെങ്കിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണെങ്കിൽ അയാളെടുത്ത് കയറി ചെല്ലാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ സംസാരം മാന്യവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് നിരക്കുന്നതുമായിരിക്കണം. ആദ്യത്തെ ഇസ്ലാമിൻ്റെ ഏതൊരു തിന്മയോടുള്ള പ്രതികരണത്തിലും ആദ്യത്തെ പടി അതാണ്. അത് നമ്മൾ നിർവഹിക്കണം. ചെന്ന് പറയാം, സർ, ഞാൻ എൻ്റെ 16 വയസ്സ് വരെ 15 വയസ്സ് വരെ ഈ ഇസ്ലാമിക ഡ്രസ്സിങ്ങിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ അതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ അത് ധരിക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാനസികമായും മറ്റു പല രംഗത്തും പല പ്രശ്നങ്ങളും ഉണ്ടാവാനുണ്ട്. അതുകൊണ്ട് ഈ അഭ്യർത്ഥന മാനിക്കണം എന്ന് നമ്മൾ എഴുതി കൊടുക്കുകയോ നേരിട്ട് സ്നേഹപൂർവ്വം പറയുകയോ ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു പരിധിവരെ അത് പരിഹരിക്കപ്പെടും. അങ്ങനെ വരാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത അവകാശങ്ങൾക്ക് വേണ്ടി ന്യായമായ വഴികളിലൂടെ നമ്മൾ അതിലുള്ള സംഗതികൾ നീക്കുകയും ആ അവകാശം നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാ തലമുറകൾക്കും വേണ്ടി അനുവദിക്കണം. ഒരു കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച് ഏതു സ്ഥാപനത്തിലും വരും. ഒരു യൂണിഫോമും അവരെവിടെയും ധരിക്കുന്നതായി സ്ഥാപനങ്ങൾ നമ്മൾ അറിയുന്നില്ല. അത് വേണമെന്നാഗ്രഹിക്കുകയും ആ നിലക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങളെ, വ്യക്തിപരമായ അവകാശങ്ങളെ ആർക്കും തടുക്കാൻ പറ്റില്ല. ഏത് സ്ഥാപനങ്ങളും നേടാൻ പറ്റും. എനിക്കറിയാം, ഇതിനേക്കാളും സ്ട്രിക്റ്റായ പല സ്കൂളുകളും ഇന്ന് പുറകോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ചയല്ല അവിടെ പരിഹാരം. പ്രശ്നം പരിഹരിച്ച് നാം ഇസ്ലാമിക മര്യാദ ഒരു ഹദീസ് ഞാൻ കേൾപ്പിക്കാം, ഗൗരവം ബോധ്യപ്പെടാൻ വേണ്ടി. ലാ യൻദുറുല്ലാഹു എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. അള്ളാഹു നോക്കാത്തവർ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ടവർ. ആ കൂട്ടത്തിൽ പലരെയും പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം നെരിയാണിക്ക് താഴെ ഇഴക്കുന്നവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിന്മകൾ കൂട്ടിക്കൊടുക്കുന്ന ദയ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വതക്കകൾ കൊടുത്തത് എടുത്തു പറയുന്നവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ വഴിയാത്ര വേളയിൽ ബാക്കി വന്നൊരു തുള്ളി വെള്ളം പോലും തൻ്റെ സഹയാത്രികന് നൽകാത്തവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞാണ് പുരുഷനോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാർ ഒരിക്കലും പാടില്ല. ഒരു പുരുഷൻ്റെ വേഷം ധരിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളും മര്യാദകളും നാം പാലിച്ചേ പറ്റൂ. അതിനുള്ള വഴി നാം നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കണം. നമുക്കാഗ്രഹവും പ്രാർത്ഥനയും മനസ്സും മനോദൃഢതയും ഉണ്ടെങ്കിൽ ഇതുവരെ അത്തരം മനസ്സുള്ള ഒരാളും ഒരിടത്തും പരാജയപ്പെടേണ്ടി വന്നിട്ടില്ലെന്ന് അനുഭവസ്ഥർക്ക് ഈ സദസ്സിൽ തന്നെ അനുഭവങ്ങൾ പറയാനുണ്ടായിരിക്കും. നമ്മുടെ ഇസ്ലാമിക രീതികൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവകാശവും സന്ദർഭവും എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറിയൊരു ചോദ്യമാണെങ്കിലും യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ നല്ലൊരു വിപ്ലവത്തിന് തുടക്കമാകാൻ ഇത് സഹായകമാകുമെന്ന് മനസ്സിലാക്കുകയാണ്. തികച്ചും ഇസ്ലാം അനുവദിക്കാത്ത വസ്ത്രം തന്നെയാണ് ധരിക്കണം എന്ന് ക്യാമ്പസ് നിഷ്കർഷിക്കുന്നത് എങ്കിൽ നമ്മൾ ഇടപെടുക തന്നെ വേണം. നമുക്ക് കോടതിയിൽ നിന്ന് വരെ വാങ്ങിയെടുക്കാവുന്ന അവകാശമാണ്. MSM അതിന് സഹായിക്കാൻ ബാധ്യസ്ഥവുമാണ്. MSMകാർക്കും ചുമതലയുണ്ട്. അത്തരം ക്യാമ്പസുകളിൽ ഈ ആളുകൾക്ക് വേണ്ടി സഹായിക്കേണ്ടി വരും. എന്നാൽ പാൻറ് ധരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഇസ്ലാമിക വിരുദ്ധമായിക്കൊള്ളണമെന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആൺകുട്ടികളുടെ പാൻറ് തന്നെ അല്ലല്ലോ പെൺകുട്ടികൾക്കുള്ളത്.
ആ പാൻറ്റിന് വ്യത്യാസം ഉണ്ടാവും, ലൂസുള്ള വസ്ത്രമായിരിക്കണം അവർ ധരിക്കുന്നത്. പിന്നെ ചില ഈ ക്യാമ്പസുകൾ എൻജിനീയറിങ്ങിൻ്റെ ചില മേഖലയിൽ ലൂസുള്ള വസ്ത്രം ധരിക്കുന്നത് അവരുടെ പ്രാക്ടിക്കലിന് തടസ്സമാകാൻ ഇടയുള്ളത് കൊണ്ട് നിർദ്ദേശിക്കുക. ചിലപ്പം അത് പാടില്ല, ഇത് ഏതർത്ഥത്തിലാണെന്ന് അറിയില്ല. ആ സമയത്ത് സാധാരണ മുസ്ലിം പെൺകുട്ടികളൊക്കെ ചെയ്യാറുള്ളത് അതിന് പുറമെ കോട്ട് ധരിച്ച്, ആണുങ്ങളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ഈ ഇറുകിയ വസ്ത്രം ധരിച്ച് ഏതായാലും നടക്കാൻ പറ്റില്ല. ചിലപ്പോൾ മുടി നീട്ടി വളർത്തുന്നതും അതേപോലെ തന്നെ ലൂസായ വസ്ത്രം ധരിക്കുന്നതും ഈ ചില മെഷീൻസുമൊക്കെ ആയി ഇടപഴകേണ്ട തരത്തിലുള്ള സംവിധാനങ്ങളിൽ ചിലപ്പോൾ ആ സുരക്ഷ ഓർത്തിട്ട് തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെയല്ല ഒരു യൂണിഫോം നമുക്ക് ഇത് യോജിക്കാത്തതാണ് എന്ന് തിരിച്ചറിയാതെ ക്യാമ്പസിൻ്റെ ഒരു സംസ്കാരം നിലനിൽക്ക് മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്നതാണെങ്കിൽ അത് ശരിക്കൊന്ന് പഠിക്കണം. നിങ്ങളിപ്പോൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ആ വസ്ത്രധാരണം അത് ഇസ്ലാമിന് നിരക്കുന്നതാണോ അല്ലേ എന്നുള്ളത് ശരിക്കും പണ്ഡിതന്മാരായിട്ടൊന്ന് നേരിട്ട് ആലോചിച്ചിട്ട് ഇസ്ലാമിന് നിരക്കാത്തതാണെങ്കിൽ ഒരു സംശയമില്ല, അവിടെ നമ്മൾ സമരം ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, ചോദ്യം ചെറുതാണെങ്കിലും ആ ഒരു മാനസികാവസ്ഥ വരികയും അതിന് ഒരു വാശിയൊന്നും വേണ്ട, മര്യാദക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ രക്ഷിതാക്കളിലൂടെയും വേണമെങ്കിൽ സംഘടനയുടെ പിൻബലങ്ങൾ ഉപയോഗപ്പെടുത്തിയും അതല്ല കോടതിയിൽ കയറേണ്ടി വരും, ഭീഷണി വേണ്ട എന്ന് ബോധ്യപ്പെടുത്തിയും ഒക്കെ തന്നെ നമുക്ക് നേടാവുന്നതാണ്. അതല്ല പെൺകുട്ടികൾക്ക് ധരിക്കാവുന്ന പാൻറ്റും ലൂസായ കുപ്പായവും ഒക്കെ ആണെങ്കിൽ അതിന് വിരോധമില്ല. അത് ആണുങ്ങളുടെ വസ്ത്രം പെൺകുട്ടികൾ ധരിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലൂസായ രൂപത്തിൽ ധരിക്കാൻ പറ്റുമെങ്കിൽ ചോദ്യം ഉന്നയിച്ച ആൾ വല്ലാതെ സങ്കടപ്പെടേണ്ടതില്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാം. ഒരു ചോദ്യത്തിന് 3 ഉത്തരം. ചോദ്യം കഴിഞ്ഞ തവണ പ്രോഫ്കോണിന് ഒരു മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥിനി ഇതേപോലൊരു ചോദ്യം ഉന്നയിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ തലയിൽ മഫ്തിടാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്, അത് അഴിച്ചു വെക്കണോ? ഞാൻ പറഞ്ഞ അവരോട് അങ്ങനൊരു നിയമവും ഇല്ല, നിങ്ങളത് പരിശോധിക്കണം, ചോദ്യം ചെയ്യണം. അൽഹംദുലില്ലാ ആ കോളേജിൽ ഇപ്പോൾ ആ പെൺകുട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ മഫ്ത ഇട്ടുകൊണ്ട് തന്നെ ഓപ്പറേഷൻ നടത്തുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു പ്രശ്നമില്ല. ഇത് വെറുതെ ഇങ്ങനെ പരമ്പരാഗതമായി പറഞ്ഞു പോകുന്ന ഒരു ഏർപ്പാട്. തലയിൽ ഈ സാധനം ഇട്ടാൽ ആകെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകും, ആകെ പ്രശ്നമാണ് എന്നുള്ള ധാരണ. അത് മാറ്റാനൊരു ഇടപെടൽ വഴിയാണ് കഴിഞ്ഞത്. സത്യത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ആദർശത്തിൻ്റെ വിഷയമാകുമ്പോൾ കൃത്യമായി ഇസ്ലാമിനെതിരിലുള്ള ഒരു വേഷവിധാനമാണെങ്കിൽ, ഒരു വിശ്വാസമാണെങ്കിൽ, ഒരു ആചാരമാണെങ്കിൽ, ഒരു ജീവിത രീതിയാണെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടണം. പക്ഷേ അത് ഇസ്ലാമിക വിരുദ്ധമാണോ എന്ന് ഷംസു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശോധിക്കണം, പഠിക്കണം. അങ്ങനെയാണ് എന്ന് പൂർണ്ണമായി ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും പാരൻസിൻ്റെ സഹായത്തോടെ, MSMനെ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സഹായത്തോടു കൂടി, അത് അനിവാര്യമെങ്കിൽ പുറത്തു നിന്നുള്ള ഇടപെടലോടുകൂടി, അല്ലെങ്കിൽ നേർക്കുനേരുള്ള ഇടപെടലോടുകൂടി തന്നെ മാറ്റാൻ കഴിയും. അതുതന്നെയാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ടാണ് ആ കുട്ടി മാത്രം ഇടപെട്ടുകൊണ്ടാണ്, ആ കുട്ടി മാത്രം സംസാരിച്ചു കൊണ്ടാണ്, ആ കുട്ടിയുടെ സംസാരം അവർക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അവർക്കിപ്പോൾ മഫ്ത ഇട്ടുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാനും അവിടെ പ്രത്യേകമായ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നത്. അതിന് കഴിയും, പക്ഷേ ഇടപെടേണ്ടി വരും. അത് നമ്മൾ വ്യക്തിതലത്തിൽ തുടങ്ങണം, പിന്നെ ഈ പറഞ്ഞ ഇടപെടലുകൾ വേണ്ടി വരും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇക്കാര്യത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ ആ കാര്യം എടുക്കണം എന്നാണ് എനിക്കും സൂചിപ്പിക്കാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വ്യത്യസ്ത വശങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വളരെ ജെന്യൂനായിരിക്കണം നമ്മുടെ ചോദ്യം എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നം മാത്രമാണെങ്കിൽ അത് കൗൺസിലിങ്ങിലോ മറ്റോ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ആണ് നമ്മൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉപചോദ്യങ്ങൾ കൂടുതൽ വരേണ്ടതില്ല. വിശദമായി പഠിക്കുന്നവരാണല്ലോ എല്ലാവരും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അസർ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ തന്നെ നോൺ സ്കാപ്പൽ വാസെക്ടമി അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇതിനെല്ലാം അസിസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത് ഹലാലാണോ, അതായത് നിർബന്ധാവസ്ഥയിൽ നമ്മൾ തന്നെ അസിസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ചെയ്യാൻ പറ്റുമോ എന്നല്ല.